ഇടുക്കി പ്രദേശത്ത് അനൂപ് ജേക്കബ് മന്ത്രി സന്ദർശനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ മന്ത്രി എത്തിയിട്ടുണ്ട്. ഈ അപകടം നടന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ മന്ത്രി സന്ദർശനം നടത്തുകയൊക്കെ ചെയ്യുകയാണ്. സ്ഥിതിഗതികൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ച് വിലയിരുത്തുന്നുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. കനത്ത മഴ ആ പ്രദേശത്ത് രൂപപ്പെടുകയും ഒരു പ്രദേശമാകെ തന്നെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴയൊക്കെ വഴിമാറി ഒഴുകുന്ന ഒരു സന്ദർഭവും വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ശ്രീ പി യു ദാസ് മണ്ണ് ഗവേഷകൻ പറഞ്ഞതുപോലെ തന്നെ ചരിവ് കൂടുന്തോറും ഉള്ള സ്ഥിതിയും ആ ചരിവ് കൂടുകയും നീളം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ ആഘാതം മണ്ണിടിച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ അത് വർദ്ധിക്കും. സ്വാഭാവികമായും നമ്മൾ പുത്തുമലയിലും കവളപ്പാറയിലും വയനാട്ടിലുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ആ ദുരന്തം എത്രത്തോളം ആഘാതം വരുത്തിയത്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെയുള്ള ആളുകൾ നിസ്സാരമെന്ന് കരുതാതെ തന്നെ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുകയാണെങ്കിൽ അവിടെ നിന്നും മാറുകയോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ മാറുകയൊക്കെ ചെയ്യണം. അധികൃതരെ വിവരങ്ങൾ അറിയിക്കണം. അങ്ങനെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ 9 ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പ് ഉണ്ട്. അത് ഇന്നും നാളെയും ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന